ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ രേവതിക്ക് 5 ലക്ഷം രൂപയും ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവവും 1 ലക്ഷം രൂപ അരുണിൻ്റെ കയ്യിൽ നിന്നും കൂടി കൊടുക്കുമ്പോൾ രേവതിക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ള ക്യാഷ് റെഡിയാവുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ ചന്ദ്രമതി നേരെ വിളിച്ചിട്ട് ഹേമയോട് പറയുന്നുണ്ട്. അങ്ങനെ ഹേമ ആളുകളെ വിളിച്ചിട്ട് 2 ഗുണ്ടകളെ പറഞ്ഞു വിട്ട് നമ്മുടെ രേവതിയുടെ പണം തട്ടിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പണം തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഈ ഗുണ്ടകൾ നമ്മുടെ അച്ചമ്മയുടെയും ഈച്ചയുടെയും മുമ്പിലാണ് കേട്ടോ ചെന്ന് പെടുന്നത്. അങ്ങനെ അച്ചമ്മ വെറുതെ വിടുവോ? നമ്മുടെ അച്ചമ്മയുടെ നല്ല മർമാണി പ്രയോഗത്തിലൂടെ സത്യങ്ങളെല്ലാം പറയിപ്പിക്കുകയും അവരെ കയ്യോടുകൂടി കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ചന്ദ്രമതിയാണ് കേട്ടോ അവരെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തേന്നുള്ളത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അങ്ങനെ അരുണാണെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കുന്നതനുസരിച്ചിട്ട് ആ പൈസയും കൂടിയിട്ട് ദേവു വിളിച്ചിട്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രേവതി ദേവുവിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവു പറയുന്നുണ്ട്, ചേച്ചി ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ചെയ്തതൊന്നും ചേച്ചിക്ക് ഒന്നും ആവില്ല. എന്നാലും ചേച്ചി ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും ഡെക്കറേഷനൊക്കെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെയും വിളിക്കണം. ചേച്ചി വലിയൊരു ആളാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ശരി മോളെ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് തന്നെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ ചന്ദ്രോദയത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ സമയം സച്ചിക്ക് ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. സച്ചി പോകാനായിട്ട് റെഡി ആവുകയാണല്ലോ. രേവതി ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്ക് ക്യാഷ് മൊത്തം കിട്ടി, അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഓർഡർ കൊടുക്കണമെന്നേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്ക് ഓട്ടം ഉണ്ടായിരുന്നു, ട്രിപ്പ് ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നെങ്കിൽ ഞാനും കൂടി വന്നേനേന്നേ. അതൊന്നും സാരമില്ല സച്ചിയേട്ടാ, ഞാൻ കൊണ്ടുപോയി ഇന്ന് തന്നെ കൊടുത്തോളാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും പറയാണ്, രേവതി നമ്മൾ എന്ത് വിചാരിച്ചാലും അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അവസാനിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് 2 പേർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ സന്തോഷ വിവരം നമ്മുടെ രേവതിയാണെങ്കിൽ രവിയോട് പോയിട്ട് പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ അഡ്വാൻസ് കൊടുക്കാനുള്ള ക്യാഷ് മുഴുവൻ റെഡി ആയിട്ടുണ്ടെന്ന്. ഇത് നമ്മുടെ ചന്ദ്രമതിയും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. രവി പറയുന്നുണ്ട്, അതെന്തായാലും റെഡിയാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മോളെ. മോളുടെ നല്ല മനസ്സിന് ദൈവം ഒരിക്കലും പുറകോട്ട് വലിക്കില്ല. അതോടെ തന്നെ ഈ ഒരു വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് നിന്നെ താഴ്ത്തി കാണിച്ചവരുടെ എല്ലാം മുമ്പിൽ നീ വിജയിച്ച് കാണണം. അതാണ് ഈ അച്ഛൻ ആഗ്രഹിക്കുന്നതെന്നേ. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, അതെ രേവതി, അല്ലെങ്കിലും ഇവിടെ ചിലവരെ ഈ ക്യാഷൊന്നും നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലെന്നും ഈ ഓർഡർ ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ കളിയാക്കിയിരുന്നല്ലോ. അവരുടെയൊക്കെ മുമ്പിൽ ഈ ഓർഡർ നല്ല രീതിയിൽ ചെയ്ത് കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഓട്ടോയ്ക്കാണ് പോകുന്നത്. സ്കൂട്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രേവതി പണവുമായിട്ട് ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്. സച്ചി ട്രിപ്പിനായിട്ടും പോകുന്നുണ്ട്. ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഹേമയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. ക്യാഷ് റെഡിയാവില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പം റെഡിയായിട്ടുണ്ട്. അവൾ ഓട്ടോയിലാണ് അഡ്വാൻസ് കൊടുക്കാൻ പോയിട്ടുള്ളത്. എനിക്കിനി ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഓർഡർ അവൾക്ക് കിട്ടാൻ പാടില്ല. എന്തെങ്കിലും ചെയ്തോ ഹേമയെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. അങ്ങനെ ഹേമയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, ഇനി എന്താ വഴി എന്നുള്ളത്. അങ്ങനെ ഹേമയുടെ കുബുദ്ധിയിൽ ഒരു ആശയം ഉദിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആ പൈസ കൊടുത്താലല്ലേ അവൾക്ക് ഓർഡർ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തൻ്റെ കസ്റ്റഡിയിലുള്ള 2 ഗുണ്ടകളെ അയച്ച് രേവതിയുടെ പണം തട്ടിയെടുത്തുകൊണ്ട് വരാനായിട്ട് ഹേമ പറഞ്ഞു വിടുന്നുണ്ട്. ഒരിക്കലും ഞാനാണ് ഇതിന് പിന്നിലെന്ന് ആരും അറിയാൻ പാടില്ലെന്നും ഒരു ഉറപ്പ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ മാർക്കറ്റിലേക്ക് അടുക്കാറാവുമ്പോഴേക്കും രേവതിയുടെ പൂ കിട്ടുന്ന 2 ചേച്ചിമാരോടും കൂടി ആ കടയിലേക്ക് എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡെക്കറേഷൻ വലുതാണല്ലോ, പല സൈസ് പൂക്കളും ചേച്ചിമാർക്കൊക്കെ അറിയാവുന്നതും കൂടി പലതരത്തിലുണ്ട്. അപ്പോൾ അതെല്ലാം അവരോടും കൂടി ആലോചിച്ച് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രേവതി ഏകദേശം മാർക്കറ്റ് അടുക്കാറാവുമ്പോഴേക്കും ഓട്ടോയ്ക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് വരികയാണ്. ഈ സമയം ഹേമയുടെ ഗുണ്ടകൾ ബൈക്കിനെ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓട്ടോയിലായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അവരിങ്ങനെ ഫോളോ ചെയ്തേ വരികയാണ്. ഈ സമയം ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, മോളെ
ഓട്ടോയുടെ ഉള്ളിൽ തന്നെ ഇരുന്നു, ഇതിപ്പോൾ തന്നെ റെഡി ആവുന്നേ. അത് സാരമില്ല ചേട്ടാ, ദേ ഒരല്പമല്ലേ ഉള്ളൂ, ഞാൻ നടന്നു പൊക്കോളാന്നും പറഞ്ഞ് രേവതി ഈ പണം അടങ്ങിയ കവറും കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ രണ്ട് ഗുണ്ടകൾ വന്നിട്ട് ആ ക്യാഷ് തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങ് ബൈക്കിൽ കയറുകയാണ് കേട്ടോ. രേവതി ഇങ്ങനെ പിടിച്ച് കരഞ്ഞുകൊണ്ട് പിടിച്ച് വലിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതിയെ തള്ളി അങ്ങോട്ട് ഇട്ടിട്ട് അവർ ആ ക്യാഷ് കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം രേവതിയുടെ തല പൊട്ടിയിട്ട് ഒരു കല്ലിൽ പോയി ഇടിച്ചിട്ട് തല പൊട്ടി ചോരയൊഴുകുകയാണേ. പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ചേച്ചിമാരുണ്ടല്ലോ, അവർ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സച്ചിയെ വിവരം വിളിച്ചറിയിച്ചതിന് ശേഷം അവർ രേവതിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. രേവതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട, എൻ്റെ പണം വേണം, എൻ്റെ ദേവുവിൻ്റെ സമ്പാദ്യവും അവൾ ആരോടൊക്കെ പലിശയ്ക്ക് മേടിച്ച് തന്നതും കൂടി ഉള്ള പൈസയാണ് എന്നും പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം സച്ചിയോട് വിളിച്ച് പറയുന്നുണ്ട്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ അച്ചമ്മയാണെങ്കിൽ വീട്ടിലേക്ക് സച്ചി അന്തരോദയത്തിലേക്ക് വരികയാണ്. അങ്ങനെ സച്ചിയോട് വന്ന് ബസ് സ്റ്റാൻഡിൽ വന്ന് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സച്ചിക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഈച്ചയോട് പറഞ്ഞ് അച്ചമ്മയെ കൂട്ടിയിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയം ഹേമയാണെങ്കിൽ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ, അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവർ പോയിട്ട് കുറേ നേരമായല്ലോ, ഇതുവരെ കിട്ടിയില്ലേ, അതെന്തായി എന്നൊക്കെ അറിയാനായിട്ട് ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം അവരെ വിളിക്കുന്ന സമയത്ത് അവളുടെ പണം ഞങ്ങൾ തട്ടിപ്പറിച്ചിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ തന്നെ അവിടെ എത്തുമെന്ന് അയാളിങ്ങനെ പറയുന്നുണ്ട്. ആ സന്തോഷത്തിൽ നമ്മുടെ ഹേമ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവൾക്കിനി ഓർഡർ കിട്ടില്ല, ഈ ഹേമയോട് എതിർക്കാനായിട്ട് ഇവളൊന്നും വളർന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗൊക്കെ വിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ചേച്ചിമാരാണെങ്കിൽ രേവതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ, ഡോക്ടർ വന്ന് പരിശോധിക്കുന്നൊക്കെ ഉണ്ട്. സച്ചി പെട്ടെന്ന് തന്നെ അവിടുന്ന് പാഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഈച്ചയെ വിളിച്ചിട്ട് ഇങ്ങനെ രേവതിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കണമെന്നും പറഞ്ഞിട്ടാണ് സച്ചി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അന്വേഷിക്കുന്ന സമയത്താണ് ആ ചേച്ചി ഒരാൾ മരുന്ന് മേടിക്കാനായിട്ട് പുറത്തേക്ക് വരുന്നത് കാണുന്നത്. അങ്ങനെ രേവതി എവിടെ, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ചേച്ചി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രേവതിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയില്ലേ, അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനായിട്ട് ബൈക്കിൽ വന്ന 2 പേര് വന്നു. രേവതി ആ പണം വിടാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവർ തള്ളിയിട്ടിട്ട് പോവുകയും രേവതിയുടെ തല കല്ലിൽ ഇടിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, എന്നാലും അവൾക്കതങ്ങ് വിട്ടുകൊടുത്താൽ പോരായിരുന്നു, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോന്നേ. അപ്പോഴേക്ക് ആ ചേച്ചി പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ സച്ചി? 5 ലക്ഷം രൂപയല്ലേ, അത് എത്രത്തോളം കഷ്ടപ്പെട്ടതാണെന്ന് അവൾക്കറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പെട്ടെന്ന് തന്നെ രേവതിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. അങ്ങനെ രേവതിയെ കാണുമ്പോഴേക്കും സച്ചി ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ചങ്ങ് കരയാണ് കേട്ടോ. സച്ചിയും, എന്താ രേവതി, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ ഇപ്പോൾ അവിടുന്ന് അവർ വിളിച്ച് പറഞ്ഞ് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാർ എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. നിന്നെ കണ്ട് ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് രേവതി എന്നൊക്കെ പറയുകയാണേ. എന്നാൽ രേവതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണേ. എന്നാലും സച്ചിയേട്ടാ, ആ പണം പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി, പണമല്ലേ, അത് പോയി നമുക്ക് എങ്ങനെയെങ്കിലും സമ്പാദിക്കാം. എന്നാൽ നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ രേവതി, പിന്നെ ഈ സച്ചി ഉണ്ടാവില്ല. നീ അതെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. അതല്ല സച്ചിയേട്ടാ, ദേവു സമ്പാദിച്ചതും അവളുടെ കൂട്ടുകാരിയുടെ കയ്യിൽ നിന്നും മേടിച്ചു തന്നതുമാണ്. ആ പൈസ അത് തിരിച്ചു കൊടുക്കണ്ടേ? നമ്മളിനി എന്ത് ചെയ്യും? കൂട്ടുകാരി എന്ന് പറയുമ്പോൾ അവൾ ഏതെങ്കിലും ഒരു സാധാരണ കുടുംബത്തിലെ ആയിരിക്കുമല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് സൂക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി വീണ്ടും കരയുക. സച്ചി, അതൊന്നും സാരമില്ല രേവതി, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, പുറത്തുനിന്ന് ചെറുതായിട്ടൊരു മുറിവേ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലഡ് നന്നായിട്ട് പോയിട്ടുണ്ട്, എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വീട്ടിൽ പോവാം. ഒരു 2 ദിവസത്തേക്കിനെ തല കുനിച്ചുള്ള പണിയൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ അച്ചമ്മയും കൂട്ടിയിട്ട് ഈച്ച ഇങ്ങനെ വണ്ടിയിൽ വരികയാണല്ലോ. അപ്പോഴാണ് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്നും പണം തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന ആ 2 അവന്മാരുണ്ടല്ലോ,
അവർ ഭയങ്കര ഫാസ്റ്റിൽ ഇങ്ങനെ വണ്ടിയിൽ വരികയാണ് കേട്ടോ. നമ്മുടെ ഈച്ചയുടെ വണ്ടിയുടെ മുമ്പിൽ വന്നിട്ട് അങ്ങ് തട്ടാനായിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നുണ്ട്. ഈച്ച ബ്രേക്ക് വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ അത് രണ്ടും തമ്മിൽ ആക്സിഡൻറ്റ് തന്നെ നടന്നേനെ. അങ്ങനെ അവരുടെ ബൈക്ക് പെട്ടെന്ന് തന്നെ നിൽക്കുമ്പോഴേക്കും അവർ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവരെ കാണുമ്പോഴേ ഇങ്ങനെ മുഖം കെട്ടിവെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ അച്ചമ്മയ്ക്കും ഈച്ചയ്ക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം അച്ചമ്മയോടും ഈച്ച ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, രേവതിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തെന്നുള്ള കാര്യം. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അച്ഛമ്മയെ കാണുമ്പോൾ തന്നെ ഇവന്മാർക്ക് ആകെ അങ്ങ് ടെൻഷനാവുന്നുണ്ട്. കാരണം പണം തട്ടിപ്പറിച്ചുകൊണ്ട് ഇറങ്ങിയതാണല്ലോ. അങ്ങനെ നമ്മുടെ അച്ഛമ്മയുടെ നല്ല മർമാണി പ്രയോഗം നടക്കുന്നുണ്ട്. അച്ഛമ്മ വിരലിങ്ങനെ കുരുക്കിയിട്ട് ഒരുത്തൻ്റെ തൊണ്ട കുഴിക്കിട്ട് ഒറ്റ കുത്തം കൊടുത്തുകയാണ് കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ ഇങ്ങനെ നിർത്താതെ ഇക്കിളെടുത്തുകൊണ്ടേ നിൽക്കുകയാണ് സ്റ്റക്കായിട്ട്. ഇത് കാണുമ്പോഴേക്കും മറ്റവനങ്ങ് ഭയങ്കര പേടിയാവുന്നുണ്ട്. അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, എന്താ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ എവിടെ നിന്ന് ഇപ്പൊ തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന ആ പണം എന്ത് ചെയ്യടാന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ പണം തട്ടിയെന്നോ? അതെ, ദേ ഇവന്റെ അവസ്ഥ കണ്ടല്ലോ, ഇനി നിനക്കും കൂടി വേണോന്നും ചോദിച്ചിട്ട് അച്ഛമ്മ ഇങ്ങനെ വിരൽ പിരിക്കുന്ന സമയത്ത് അയ്യോ വേണ്ട ആ പണം ഞങ്ങൾ തരാമെന്നും പറഞ്ഞിട്ട് പണം അങ്ങ് അച്ഛമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈച്ചയും ഇങ്ങനെ തന്നെ അച്ഛമ്മയെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്തത്? ആര് പറഞ്ഞിട്ടാണെങ്കിലും ചെന്ന് പറഞ്ഞേര്, എൻ്റെ രേവതി മോളുടെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനും മാത്രം ഇവിടെ ആരും വളർന്നിട്ടില്ലെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയുടെ നല്ല സൂപ്പർ ഡയലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ നേരിട്ട് തന്നെ കാണേണ്ട എപ്പിസോഡാണ്. അങ്ങനെ നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ അവർക്കിട്ട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. ഈ സമയം രേവതിയും സച്ചിയും കൂടിയിട്ട് ചന്ദ്രോദയത്തിലേക്ക് എത്തുന്നുണ്ട്. രേവതിയുടെ തലയ്ക്കൊരു മുറിവൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ രവി കാണുന്നതേ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയത്, ഇതെന്താന്നൊക്കെ. വർഷയും ഓടി വരുന്നുണ്ട്. എന്താ ചേച്ചി, ഇവിടുന്ന് സന്തോഷത്തോടു കൂടി പോയതാണല്ലോ, എന്താ പറ്റിയെന്നേ. അപ്പോഴേ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി നടന്ന കാര്യങ്ങളൊക്കെ രവീന്ദ്രനോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമാവുകയാണ് കേട്ടോ. എന്തായാലും ഹേമ പണി ഒപ്പിച്ചിട്ടുണ്ട്, ഇവളിനി എങ്ങനെ ഈ വർക്ക് ചെയ്യുമെന്ന് കാണുമല്ലോ എന്നൊക്കെ ചന്ദ്രമതിയുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ നമ്മുടെ സച്ചി മനസ്സിലാക്കുന്നുണ്ട്. ഇവർക്ക് സന്തോഷമായി കാണുമെന്നും സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട്, അതെ പണമാകുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കൊണ്ടുപോകണമായിരുന്നു. ഇവളൊക്കെ കയ്യിൽ 5 രൂപ കാണാതിരുന്ന് കാണുമ്പോൾ തറയിലൊന്നും അല്ലല്ലോ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അത് നൈസായിട്ട് കൊണ്ടുപോയി ഇവളുടെ വീട്ടിൽ കൊടുത്തില്ലെന്ന് ആര് കണ്ടു? എന്നിട്ടിപ്പോൾ ഇവിടെ വന്ന് കള്ളത്തരം പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. സച്ചി ഇങ്ങനെ പല്ലിറുമി നിൽക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രേ നിനക്ക് എപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് അറിയില്ലല്ലേ. രേവതി മോള് അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾ സമ്പാദിക്കുന്നതും കൂടി ഈ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ നീ ഇനി ഒരക്ഷരം മിണ്ടിയാൽ ഈ രവി ആരാണെന്ന് അറിയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ രവി പറയുന്നുണ്ട്, മോളെ നീ സമാധാനമായിട്ടിരിക്ക്, പൈസയല്ലേ പോയുള്ളൂ, എന്നാലും മോൾ അവന്മാരുടെ പുറകെ ഓടേണ്ടിയിരുന്നില്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ. അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ രേവതി ചേച്ചിക്ക് ആ ഓർഡർ ചെയ്യാൻ പറ്റില്ലേന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ഓർഡർ പോന്നെങ്കിൽ പോട്ടടാ, അതല്ല ഇപ്പോൾ രേവതിയുടെ വിഷമം. ദേവു ഏതോ കൂട്ടുകാരിയുടെ കയ്യിൽ നിന്നാണ് ആ പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്തത്, അതെങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് ഓർത്തിട്ടാണെന്നേ. ഈ സമയം രവി പറയുന്നുണ്ട്, അതിന് നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം, മോള് സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ. ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട്, അതെ നെറ്റിയിൽ ചെറിയൊരു മുറിവല്ലേ ഉണ്ടായിട്ടുള്ളൂ, അതും പറഞ്ഞ് ഇനി റെസ്റ്റ് എടുക്കാനൊന്നും ഇരിക്കണ്ട, പോയി എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്നേ. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴേക്ക് വർഷ ചോദിക്കുന്നതാണ്, ആൻറ്റി നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, രേവതി ചേച്ചി ഇത്രയും വിഷമത്തോടു കൂടി തലയും പൊട്ടി ഇവിടെ വന്ന് ഇരിക്കുകയാണ്, അപ്പോഴാണോ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ പറയുന്നതെന്നേ. അപ്പോൾ രവിയും നല്ല രീതിയിൽ പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്താ അമ്മേ നിങ്ങൾ സിറ്റുവേഷൻ അറിയാതെ ഇങ്ങനെ സംസാരിക്കുന്നത്, ഒരു ദിവസത്തേക്കിന് പുറത്ത് ഫുഡ് വാങ്ങിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും
രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പൈസയുടെ കാര്യം ഓർത്തിട്ട്. രവി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്, 1,00,000 രൂപ ഇപ്പോൾ ദേവുവിന് അത്യാവശ്യമായിട്ട് കൊടുക്കണമല്ലോ. ചന്ദ്രെ, നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണം എടുത്തിട്ട് ഇപ്പൊ തൽക്കാലത്തേക്കിന് അവർക്കൊന്ന് കൊടുക്കുന്നേ. ചന്ദ്രമതിക്ക് ഇത് കേട്ടിട്ട് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ഓ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എന്നിട്ട് ഞാൻ കയ്യിലും കാതയിലും ഒന്നും ഇല്ലാതെ നടക്കണോന്നേ? നിന്റെ ദേഹത്തിട്ടിരിക്കുന്ന സ്വർണത്തിന്റെ കാര്യമല്ല ചന്ദ്രേ, ലോക്കറിൽ കുറച്ച് ഇരിപ്പുണ്ടല്ലോ, അത് രേവതി മോൾക്ക് എടുത്ത് കൊടുക്കെന്ന് പറയുക. അപ്പോഴേക്ക് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ സ്വർണം തരില്ല എന്ന് പറയണേ. അപ്പോൾ സുധിയും ചോദിക്കുന്നുണ്ട്, ഓഹോ, എൻ്റെ 30 ലക്ഷം നഷ്ടപ്പെട്ട സമയത്ത് ആരും ഇതൊന്നും പറഞ്ഞില്ലല്ലോന്നേ. ഈ സമയം ശ്രീകാന്തും പറയുന്നുണ്ട്, എന്തായാലും രേവതി ചേച്ചി ഉടനെ എടുത്ത് തരുമല്ലോ, പിന്നെ തൽക്കാലത്തേക്കിനൊന്ന് കൊടുക്കാനല്ലേ പറഞ്ഞു തന്നേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ നീ ഈ പ്രശ്നത്തിനകത്ത് സംസാരിക്കണ്ടെന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ, നീ കൊണ്ടുപോയി പൈസ പറ്റിക്കപ്പെട്ടിട്ട് വന്നാലേ, ഇത് അങ്ങനെയല്ലല്ലോ. എന്തായാലും ഇതും അതും കൂടി നീ കമ്പയർ ചെയ്യണ്ട. പിന്നെ എന്തായാലും രേവതിക്ക് സ്വർണം ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും അതെവിടെയാണെന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ അറിയാവുന്നതെന്ന്. അപ്പോഴേക്ക് രവിയും പറയുന്നുണ്ട്, ചന്ദ്രേ, രേവതി മോളുടെ സ്വർണം ഇവിടെ നിന്ന് ആരാ എടുത്തേന്നും എന്താണ് സംഭവിച്ചതെന്നും എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കേണ്ടതേ. അപ്പൊ ചന്ദ്ര അങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഇനി എന്താ കൂടുതൽ പറയാതിരിക്കാൻ, ഇവർ രണ്ടുപേരും കൂടി എൻ്റെ രേവതിയുടെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയി അത് മുക്കുകൊണ്ടുമാക്കി തിരിച്ചു വെച്ചില്ലേ, എന്നിട്ട് ഇപ്പൊ അതിന് ന്യായം പറയുന്നോന്നേ. അപ്പോഴേക്ക് സ്തുതി പറയുന്നുണ്ട്, ആ സ്വർണം എടുത്തെങ്കിൽ അതിന് പകരം പൈസ തന്നില്ലേന്നേ. അത് പൈസ തന്നെങ്കിലും അത് മോഷണം തന്നെയല്ലേന്ന് സച്ചിയും മറുപടി കൊടുക്കുന്നുണ്ട്. രവി വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രെ, കൂടുതൽ സംസാരിച്ച് നിൽക്കണ്ട. എന്തായാലും രേവതി മോക്കിപ്പോൾ ആ സ്വർണം ഇങ്ങോട്ട് കൊടുക്കാനേ. ദേ രവിയേട്ടാ, നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് എന്നോട് കൂടുതൽ ഒന്നും സംസാരിക്കണ്ട. ഈ ചന്ദ്രയാണ് പറയുന്നത്, ഇവൾക്ക് ഞാൻ ഒരു തരി സ്വർണം പോലും കൊടുക്കില്ല. പിന്നെ ഈ സ്വർണം കൂടി കൊടുത്തിട്ട് വേണം അതും കൂടി കൊണ്ട് അവളെ ആർക്കെങ്കിലും കൊടുത്തിട്ട് വരാൻ. എന്നിട്ടിപ്പോൾ കള്ളക്കരച്ചിലും കരഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഇരുന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കുത്തി നോവിക്കുകയാണ് കേട്ടോ. അങ്ങനെ കണ്ണീര് തുടച്ചിട്ട് നമ്മുടെ രേവതി അങ്ങോട്ട് ചാടി എഴുന്നേക്കുന്നുണ്ട്. മതിയമ്മേ, ഇനി നിങ്ങൾ ഒരക്ഷരം സംസാരിക്കരുത്. എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ആരുടെയും പണം എടുത്തുകൊണ്ട് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇത്രയും വലിയ ഓർഡർ കിട്ടിയത് എൻ്റെ അത്യാഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യാൻ നിന്നതുമല്ല. അത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്. കഷ്ടപ്പെട്ട് മുന്നേറി വരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനൊരുങ്ങിയത്. പിന്നെ എനിക്ക് നിങ്ങളുടെ സ്വർണത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും അറിയാം. പിന്നെ ഇപ്പൊ അമ്മ പറഞ്ഞല്ലോ, ആ പൈസ ഞാൻ എടുത്തുകൊണ്ട് ഓടിയതായിരിക്കുമെന്ന്. എൻ്റെ സ്വർണം എടുത്തുകൊണ്ട് ഓടിയതോ അത് മുക്കുവണ്ടമാക്കി തിരിച്ചിതിനകത്ത് കൊണ്ടുവച്ചതോ ഒക്കെ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നും പറഞ്ഞിട്ട് സുധിയൻ ചന്ദ്ര ഒരു നോട്ടമാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞു രേവതിന്നേ. അപ്പോഴേക്കും, എടി, നീ പൈസ കൊണ്ട് തൊലച്ചതും പോരഞ്ഞിട്ട് ഇനി എൻ്റെ മോൻ്റെയും മെക്കിട്ട് കയറാൻ നിൽക്കുമല്ലേ. എന്തായാലും ആ ഓർഡർ കിട്ടാതിരുന്നത് നിനക്ക് നന്നായി പോയി. എന്തായാലും അതുകൂടി കിട്ടിയിരുന്നെങ്കിലേ നീ ഇവിടെ കിടന്ന് വലിയ ആട്ടം ആടിയനെന്ന് എനിക്കറിയാവുന്നേ. ചന്ദ്രയുടെ വായിൽ നിന്ന് പെട്ടെന്ന് അതൊന്നങ്ങ് വീഴുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചി പെട്ടെന്ന് തന്നെ ചന്ദ്രനെ ഒരു നോട്ടം അങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് പെട്ടെന്ന്, അതെ, ഇവള് കൊണ്ടുപോയി പൈസ തൊലച്ചേന് നീ എന്തിനാടാ എന്നെ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈച്ചയുടെയും അച്ചമ്മയുടെയും എൻട്രി കേട്ടോ. അച്ഛമ്മ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, ആ അമ്മയോ, അമ്മ കയറി വാന്നും പറഞ്ഞിട്ടെ. അതെ, നിന്റെ സ്വീകരണം കാണാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ദേ ചന്ദ്രേ, ഞാൻ നിനക്ക് ഒരുപാട് വാണിങ്ങുകൾ തന്നതാ, രേവതി മോളെ നീ ഉപദ്രവിക്കല്ലെന്ന്. എന്നിട്ടിപ്പോൾ നീ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്നേനെ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അമ്മ എന്താ പറയുന്നത്? ഇതേ ഈ നിൽക്കുന്ന ഇവളുണ്ടല്ലോ, 5 ലക്ഷം രൂപ കൊണ്ടുപോയി തൊലച്ചിട്ട് വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുകയാണേ. അപ്പോഴേക്കും ഈച്ചയോട് പറയുന്നുണ്ട്, എടാ അവന്മാരെ ആ വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറക്കുന്നേ. അങ്ങനെ അതിലുള്ളവന്മാരെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഇവന്മാരെന്താ ഇവിടെ? ഇനി ആ ഹേമയുടെ ആൾക്കാരെങ്ങാണോ ആയിരിക്കുമോ? ഇനി എല്ലാം ഇവിടെ പൊളിയുമോ എന്നൊക്കെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ചമ്മേ, എന്താ ഇത്, എന്താ പ്രശ്നം? അതെ, രേവതി മോൾ എന്തിനാ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്?
രേവതി മോളുടെ പണം നഷ്ടപ്പെട്ടത് ഓർത്തിട്ടോ? ദേ, ഈ അച്ചമ്മ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാപത്തും സംഭവിക്കാനായിട്ട് ഈ അച്ചമ്മ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് പണവും സഞ്ചിയും ഈച്ചയുടെ കയ്യിൽ നിന്ന് എടുത്തങ്ങ് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണേ. അപ്പോഴേക്കും സച്ചി വെക്കുന്നുണ്ട്, അച്ഛമ്മേ എന്താ ഇതൊക്കെ? ഈ പണം ഇപ്പൊ എവിടെ നിന്നാ കിട്ടിയെന്നേ? അങ്ങനെ ഈച്ചയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വിശദീകരിച്ച് അങ്ങ് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അവന്മാരുടെ നേരെ പാഞ്ഞങ്ങ് അടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, നീ ഇപ്പം അതിനകത്ത് ഇടപെടണ്ട, അവന്മാർക്ക് കൊടുക്കാനുള്ളതൊക്കെ നല്ല രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവന്മാരല്ല ഇതിന് പിന്നിൽ, ഇത് ചെയ്യിപ്പിച്ചവരെയും അതെന്തിനാണ് ചെയ്തതെന്നുള്ളതും ഇവന്മാരെ കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയിപ്പിക്കാനാണ് ഇവന്മാരെ കൂട്ടിക്കൊണ്ടു വന്നതെന്നുള്ളതേ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അച്ചമ്മ അവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കടാ, എൻ്റെ രേവതി മോളെ തകർക്കാൻ നോക്കിയത് ആരാണെന്ന് പറയുമ്പോഴേക്കും ഇവർ പതുക്കെ നമ്മുടെ ചന്ദ്രമതിയുടെ നേരെ അങ്ങ് വിരൽ ചൂണ്ടുകയാണ് കേട്ടോ. കാരണം ഹേമ അവരുടെ മുതലാളിയാണ്, ഹേമേനെ ഒറ്റുകൊടുക്കാൻ പറ്റിയില്ലല്ലോ. ദേ, അവർ പറഞ്ഞിരുന്നു ചന്ദ്രമതിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവർ അച്ചമ്മ ചന്ദ്രമതിയുടെ രേവതിയുടെ ആരാണെന്നൊന്നും അറിയാതെ തന്നെ ഇവരാണ് ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നതെന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ വീട്ടിൽ വരുമ്പോഴാണ് ഇവരും ചന്ദ്രമതിയെ നേരിട്ട് കാണുന്നത് കേട്ടോ. ആകെ പൊല്ലാപ്പായല്ലോ എന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ട്. ദേ, ഞങ്ങളെ വെറുതെ വിട്ടേക്കണം, ഇവർ പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ചെയ്തതെന്നും പറഞ്ഞ് ചന്ദ്രമതിനെയാണ് കേട്ടോ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ട്വിസ്റ്റ് നിറഞ്ഞ നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ സൂപ്പർ എപ്പിസോഡുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും കൂടി രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.